നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. കുട്ടനെല്ലൂരിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ലോറിയിൽ നിന്ന് ഇരുമ്പ് പൈപ്പുകൾ പുറത്തേക്ക് വീണ ബൈക്ക് യാത്രികനായ യുവാവിന് ദാരുണാന്ത്യം. കുട്ടനെല്ലൂർ സ്വദേശി ഷെറിൻ പി ജോണാണ് മരിച്ചത്. വെള്ളിയാഴ്ച രാവിലെ ഹൈലൈറ്റ് മാളിന് മുന്നിലാണ് അപകടം. ഇരുമ്പ് കമ്പികളും പൈപ്പുകളുമായി പോകുകയായിരുന്ന ലോറി പെട്ടെന്ന് ബ്രേക്കിടുന്നതിനിടെ ലോറിയിൽ നിന്ന് പൈപ്പുകൾ പുറത്തേക്ക് വീഴുകയായിരുന്നു. പിന്നാലെ ബൈക്കിൽ വരികയായിരുന്ന യുവാവിന്റെ ദേഹത്തേക്ക് ഇരുമ്പ് കമ്പി കുത്തിക്കയറുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ യുവാവിനെ ഉടൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിച്ചു. പറപ്പൂർ തോളൂരിൽ വ്യാപാരിയുടെ വീട് തകർത്ത് 50 പവനോളം സ്വർണം കവർന്നു. നാലകത്ത് ഷക്കീറിന്റെ വീട്ടിലാണ് കവർച്ച നടന്നത്. വീടിന്റെ പുറകുവശത്തെ വാതിൽ തകർത്താണ് മോഷ്ടാക്കൾ അകത്തുകടന്നത്. ബെഡ്റൂമിലെ അലമാരകൾ കുത്തിപ്പൊളിച്ചാണ് സ്വർണം കവർന്നത്. പേരാമംഗലം പോലീസ് അന്വേഷണം ആരംഭിച്ചു. മകളുടെ വിവാഹ ആവശ്യത്തിനായി വീട്ടിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങളാണ് നഷ്ടപ്പെട്ടത്. വ്യാഴാഴ്ച വൈകിട്ട് 5 മണിയോടെയാണ് കുടുംബാംഗങ്ങൾ വീട് പൂട്ടി കടയിലേക്ക് പോയത്. ഓണത്തിരക്ക് കാരണം ജോലി കഴിഞ്ഞ് പുലർച്ചെ 1:30 ഇവർ തിരികെ എത്തിയപ്പോഴാണ് കവർച്ചാ വിവരം പുറത്തറിയുന്നത്. വീടിന്റെ മുൻവശത്തെയും പിൻവശത്തെയും വാതിലുകൾ തകർത്ത നിലയിലായിരുന്നു. അകത്തു കയറി പരിശോധിച്ചപ്പോഴാണ് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണം മോഷണം പോയതായി കണ്ടെത്തിയത്. വീടിന് തൊട്ടുപിന്നിലൂടെ റെയിൽവേ ട്രാക്ക് കടന്നു പോകുന്ന വിജനമായ പ്രദേശമാണ്. മോഷണം നടത്താനും പെട്ടെന്ന് രക്ഷപ്പെടാനും സാധ്യതയുള്ള ഈ സാഹചര്യം മുതലെടുത്താണ് കവർച്ച നടന്നിരിക്കുന്നത്. ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് മകളുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞത്. അതിനായി തയ്യാറാക്കി വെച്ച സ്വർണം മുഴുവൻ നഷ്ടപ്പെട്ടതിന്റെ ആഘാതത്തിലാണ് കുടുംബം. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് പ്രാഥമിക അന്വേഷണവും ശാസ്ത്രീയ പരിശോധനകളും ആരംഭിച്ചു. പറപ്പുക്കര മുത്രത്തിക്കര സ്നേഹസ്പർശം പെയിൻ ആൻഡ് പാലിയേറ്റീവ് ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ മുതിർന്ന പൗരന്മാരുടെ സംഗമം നടത്തി. സിനിമാ സംവിധായകൻ അമ്പിളി ഉദ്ഘാടനം ചെയ്തു. ട്രസ്റ്റ് പ്രസിഡന്റ് MA ജോൺസൺ അധ്യക്ഷത വഹിച്ചു. ഇരിങ്ങാലക്കുട ഹൃദയ പാലിയേറ്റീവ് അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ റിൻഡോ തിക്കിനിയത്ത, ഫാദർ മിൽട്ടൺ തട്ടിൽക്കുരുവിള, KA സുരേഷ് ബാബു, C രാഗേഷ്, വിജയലക്ഷ്മി, ബിന്ദു സുരേഷ്, M ശ്രീകുമാർ, സുനിത രവീന്ദ്രൻ, വാസന്തി, ഹരിദാസ് വാഴപ്പിള്ളി, K ജയകുമാർ, PK തങ്കപ്പൻ, NM പുഷ്പാകരൻ, MK നാരായണൻ, MO ജോൺ, മണിപാലൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഓണസദ്യയും ഓണക്കോടി വിതരണവും നന്ദിക്കര ശ്രീരാമകൃഷ്ണ പബ്ലിക് സ്കൂളിലെ കുട്ടികളുടെ കലാവിരുന്നും ഉണ്ടായിരുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ച സർക്കാർ നടപടിക്കെതിരെ അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്ത് യോഗത്തിൽ LDF അംഗങ്ങൾ പ്രമേയം അവതരിപ്പിച്ചു. LDF അംഗം K വിജീഷ് കുമാറാണ് പ്രമേയം അവതരിപ്പിച്ചത്. 16ാം വാർഡ് അംഗം സാഹിത്യ മുരളി പ്രമേയത്തെ പിന്താങ്ങി. കേരള സർക്കാരിന്റെ പുതുക്കിയ ബജറ്റിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ചത് പ്രാദേശിക വികസന പ്രവർത്തനങ്ങൾക്ക് ഒരു വെല്ലുവിളിയാണെന്ന് പ്രമേയത്തിൽ ചൂണ്ടിക്കാട്ടി. ലഭിക്കേണ്ട 30% പ്ലാൻ വിഹിതം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ലഭിച്ചാൽ മാത്രമേ പ്രാദേശിക വികസനം സാധ്യമാകൂവെന്നും LDF അംഗങ്ങൾ പറഞ്ഞു. LDF സർക്കാരിന്റെ കാലത്ത് 602 കോടി രൂപ വകയിരുത്തിയിരുന്ന തുക പുതുക്കിയ ബജറ്റിൽ 177 കോടി രൂപയായി വെട്ടിക്കുറച്ചതായും നിർബന്ധിത പദ്ധതികൾക്ക് വിഹിതം മാറ്റിവെച്ചാൽ മറ്റ് വികസന പദ്ധതികൾക്ക് ഫണ്ട് ലഭിക്കാത്ത അവസ്ഥയാണെന്നും പ്രമേയത്തിൽ ആരോപിച്ചു. വെട്ടിക്കുറച്ച പദ്ധതി വിഹിതം പുനഃസ്ഥാപിക്കണമെന്നായിരുന്നു LDF പ്രമേയത്തിന്റെ ആവശ്യം. എന്നാൽ UDF അംഗങ്ങൾ പ്രമേയത്തെ എതിർത്തു. LDFന് 7 വോട്ടും UDFന് 11 വോട്ടുമാണ് ലഭിച്ചത്. തുടർന്ന് പ്രമേയം തള്ളുകയായിരുന്നു. മതിയായ ചർച്ച കൂടാതെയും തെറ്റായ വിവരങ്ങൾ ചൂണ്ടിക്കാട്ടിയുമാണ് പ്രമേയം തള്ളിയതെന്നാരോപിച്ച് LDF അംഗങ്ങൾ യോഗത്തിൽ നിന്ന് വാക്കൌട്ട് നടത്തി. K വിജീഷ് കുമാർ, VK വിനീഷ്, സജിന ഷിബു, E ഉഷാദേവി, MN രാഗേഷ്, സാഹിത്യ മുരളി, സുമ ഉണ്ണികൃഷ്ണൻ എന്നിവരാണ് യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത്. ഗോൾഡ് പർച്ചേസ് പ്ലാനിലൂടെ പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാനുള്ള മികച്ച അവസരമാണ് ഈ പൊന്നിൻ ചിങ്ങമാസത്തിൽ തൃശൂർ കാളത്തോട് SRK ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കിയിരിക്കുന്നത്. എല്ലാ ആഭരണങ്ങൾക്കും പണിക്കൂലിയിൽ വൻ കിഴിവും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങളും ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നു. ഓഗസ്റ്റ് 31 വരെയാണ് വൻ ഓഫറുകൾ ലഭ്യമാവുക. Day
മവേലി, നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് 3 പതിറ്റാണ്ടിലേറെയായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് ശ്രദ്ധേയരായ SRK ഗോൾഡൻ ഡയമണ്ട്സ് കാളത്തോടാണ്. ഓണം പ്രമാണിച്ച് ഓഗസ്റ്റ് 31 വരെ SRK ഒരുക്കിയ വമ്പൻ ഓഫറുകളാണ്. 5000 രൂപ മുതലുള്ള ഡയമണ്ട് ആഭരണങ്ങൾ, ഒപ്പം ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ, അവയുടെ ഒരു വമ്പിച്ച കളക്ഷനാണ് നമുക്കിവിടെ കാണാൻ പറ്റുക. അതുപോലെ തന്നെ പണിക്കൂലിയിൽ വൻ ഓഫറുകൾ നമുക്കിവിടെ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങളാണ് SRK ഒരുക്കിയിരിക്കുന്നത്. റേറ്റിലാണ് മേക്കിംഗ് ചാർജിലാണ് ആഭരണങ്ങൾ കൊടുത്തിരുന്നത്. ഓണം പ്രമാണിച്ച് അതിലും താഴേക്കാണ് നമ്മൾ ചെയ്ത് കൊടുത്തത്. അല്ല, വളരെ ലേറ്റ് വെയിറ്റുള്ള ആഭരണമാണ് പ്രത്യേകത. നമ്മൾ കസ്റ്റമറോട് ചോദിച്ചറിയാൻ പറ്റും. എല്ലാവർക്കും ഓണാശം. പൊന്നണിയും മുഖങ്ങൾ പൂവണിയുന്നു. SRK ഗോൾഡൻ ഡയമണ്ട്സ് കാളത്തോട്. എല്ലാവർക്കും ഓണാശംസകൾ. വൈവിധ്യമാർന്ന വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളാണ് നന്ദിപുലം ശിവാനി സിൽക്സ് ഓണത്തിന് എത്തിയിരിക്കുന്നത്. മിതമായ നിരക്കിൽ ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാത്തരം വസ്ത്രങ്ങളും ഇവിടെ ലഭ്യമാണ്. മാവേലി, ഇപ്പോൾ ഓണക്കോടി ഇല്ലാത്ത ഓണം നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ലല്ലോ അല്ലേ? അപ്പം ഓരോ വീട്ടിൽ പോകുമ്പോഴും ഒരു കയ്യിലൊരു പുതിയ കേട്ട് പോകുന്ന സൂപ്പർ ആവത്തില്ലേ? അപ്പം നമുക്ക് കുറച്ച് ഡ്രസ് കളക്ഷൻസ് ഒക്കെ കണ്ടാലോ. നമ്മളിപ്പോൾ ഇന്ന് ശിവാനി സിൽക്സ് ആണ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് തരം ഡ്രസ്സും ട്രെൻഡിങ് ആയിട്ടുള്ള ലേഡീസ്, കിഡ്സ്, ജെൻസ് വെയേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്കൊന്ന് കണ്ടാലോ അതൊക്കെ? ഓക്കെ, ഇതൊക്കെ ഭയങ്കര ട്രെൻഡിങ് പൊക്കോണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ കൊറിയൻ ടോപ്സ് ആണ് ഈ കാണുന്നതൊക്കെ. അറിയോ കൊറിയൻ ടോപ്സ് ഒക്കെ എന്താന്ന് പറഞ്ഞാൽ? കൊറിയ അറിയാം, കൊറിയൻ അറിയില്ല അല്ലേ? അപ്പൊ നമുക്ക് ട്രഡീഷണൽ വെയേഴ്സ് ഉണ്ടെങ്കിൽ ഓണമായിട്ട് തീം ചെയ്ത് ഇഷ്ടംപോലെ ഡ്രസ് കളക്ഷൻസ് ഉണ്ട്. മെറ്റീരിയൽസ് ഉണ്ട്. ഈ കാണുന്നതാണ് മെറ്റീരിയൽ. സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാവേലിക്ക് ഈ ഒരു ഡ്രസ്സ് മാത്രമേ ഉള്ളൂ. നമുക്ക് വെറൈറ്റി ഒന്ന് അടുത്ത ഓണത്തിന് പിടിച്ചു നോക്കണോ? നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് സെറ്റ് ആക്കിയാലോ? അപ്പൊ നമുക്ക് ബാക്കിയുള്ള കളക്ഷൻസ് ഞാൻ കാണിച്ചു. ഇത് നോക്കിയേ, ഓണം തീമിൽ ആനകള്, അതുപോലെ തന്നെ അത്തപ്പൂക്കളം. ഇത് ഇഷ്ടപ്പെടും മാവേലിക്ക് എന്തായാലും. എങ്ങനെയുണ്ട്? ഇത് വെച്ച് നമുക്കൊരു കുപ്പായ ആയാലോ അടുത്ത ഓണത്തിന്? അതുപോലെ തന്നെ ഉണ്ടല്ലോ നമ്മുടെ ഒരു ശിവാനി സിൽക്സിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ? 9 രൂപ മുതൽ 999 രൂപ വരെയാണ് ഇവിടുത്തെ ഡ്രസ്സുകളുടെ പ്രൈസ് റേഞ്ച് തന്നെ വരുന്നത്. 9 രൂപ മുതൽ 999 രൂപ വരെയാണ് പ്രൈസ് റേഞ്ച് സ്റ്റാർട്ട് വരുന്നത്. അപ്പൊ നമുക്ക് 1000 രൂപയിൽ പർച്ചേസ് ചെയ്യുന്ന ഏതൊരാൾക്കും ഉറപ്പായിട്ടുള്ള സമ്മാനമുണ്ട്. സൂപ്പർ അല്ലേ അത്? അപ്പൊ നമുക്ക് ഓണത്തിന് എന്താണ്, ഓണത്തിന്റെ ഓണക്കോടിയാവും, എന്നാൽ ഒപ്പം ഒരുപാട് കൈ നിറയെ സമ്മാനങ്ങൾ കിട്ടും. അപ്പൊ വീട്ടിലെല്ലാവർക്കും നമ്മൾ ഡ്രസ്സ് എടുക്കുമ്പോൾ എങ്ങനെ പോയാലും 4-5 പേർക്ക് എടുക്കൂലോ. അപ്പൊ കൈ നിറച്ച സമ്മാനം, കൈ നിറച്ച ഓണക്കോടി. എങ്ങനെ അടിപൊളിയല്ലേ അതൊക്കെ? അപ്പൊ ഈ ഓണം ഉഷാറാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ ശിവാനി സിൽക്സിന്റെ കൂടെ നമുക്ക് ഓണം പർച്ചേസ് സ്റ്റാർട്ട് ചെയ്യാം. അതിൽ എങ്ങനെയുണ്ട് ശിവാനിയിലെ ഒരു വസ്ത്രശേഖരം? എങ്ങനെയുണ്ട്? കൊള്ളാം കൊള്ളാം. ഇവിടെ നോക്കൂ, ഈ പുതുപുത്തൻ ട്രെൻഡി വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനാണ് ഈ 2024 ഓണക്കാലത്ത് ശിവാനിയിൽ എത്തിച്ചിരിക്കുന്നത്. ഒപ്പം 1000 രൂപയുടെ
പർച്ചേസിന് ഉറപ്പായ സമ്മാനങ്ങളുണ്ട്. എല്ലാ പർച്ചേസിനും സമ്മാന കൂപ്പൺ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവസാനം 10 പേർക്ക് BLDC ഫാനാണ് കൊടുക്കുക. എങ്ങനെയുണ്ട്? നല്ല കാര്യം, നല്ല കാര്യം. ഏതായാലും ഈ ഒരു നാട്ടുപ്രദേശത്ത് ഇത്രയും വിശാലമായ ഒരു ഷോപ്പ് മാവേലി പ്രതീക്ഷിച്ചിരുന്നോ? ഒരിക്കലും ഇല്ല. അതാണ്. അത് മാത്രമല്ല, തൊട്ടപ്പുറത്ത് വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യമുണ്ട്. എല്ലാവർക്കും ഈ ഓണക്കാലത്ത് അടിച്ചു പൊളിക്കാവുന്ന തരത്തിലുള്ള ഷോപ്പിംഗ് അനുഭവം സമ്മാനിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ശിവാനി സിൽക്സ്. ഓണത്തിന് ഷോപ്പിങ്ങിന് നല്ലൊരു ചോയ്സ് ആണ്. ഏതാണ്? ശിവാനി സിൽക്സ്, നന്ദിപുരം. കായവറവില്ലാത്ത ഓണത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയില്ല. കൊതിയുണർത്തുന്ന മണവും നിറവുമായി ഓണത്തെ വരവേൽക്കുകയാണ് പുതുക്കാട് ചിപ്സ് കോർണറിലെ ഉപ്പേരി വിപണി. ശുദ്ധമായ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുന്ന ഉൽപ്പന്നങ്ങളാണ് ഇവിടുത്തെ സവിശേഷത. നല്ല നാടൻ കായ, മാവേലി ഇതാണ് ചിപ്സ് ഓരോന്ന കുഴപ്പം. എല്ലാവരും കൈക്ക് വായും. രുചികരമായ ഭക്ഷണമാണ്. അത് നമ്മുടെ ഇവിടെ മാത്രമേ കിട്ടുള്ളൂ. നമുക്ക് ഇപ്പൊ യൂറോപ്പിൽ പോയാലും എവിടെ പോയാലും മാവേലിക്കൊന്നും കിട്ടിയില്ല. എപ്പോഴും വീണ്ടും മാവേലിക്ക് തരാം. അതേ മാവേലി വീണ്ടും മാവേലി കഴിച്ചോട്ടല്ലേ മാവേലി? വീണ്ടും മാവേലി. എന്തെങ്കിലും മാവേലിക്ക് കിട്ടിയതോ? മാവേലി ഇത് കഴിച്ചപ്പോ കടയിൽ നിന്ന് തന്നെ പോവില്ല, അതുകൊണ്ട് സൂക്ഷിച്ചു കൊടുത്താ മതി മാവേലിക്ക്. വെറുതെ അല്ല എല്ലാവരും തട്ടിക്കൊണ്ടുപോകുന്നത്. ഇവിടെ ഒരു 9 വർഷമായിട്ടുണ്ട് കോർണർ. നമുക്ക് ഈ പുതുക്കാട് ദേശീയപാതയോടെ പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയും എപ്പോഴും കടയിൽ തിരക്കാണ്. ചായ, സ്നാക്സ്, ഒപ്പം ഓണക്കാലത്ത് ഏറ്റവും സ്പെഷ്യലാണ് കായ വറുത്തതും ശർക്കര വരട്ടി. അത് പുതുക്കാട് ചിപ്സ് കോർണർ തന്നെ വാങ്ങാം. അടിപൊളി അടിപൊളി. എങ്ങനെയുണ്ട്? അപ്പൊ ഓണം കെങ്കേമം. നമുക്ക് അവരോട് വിഷയങ്ങൾ ചോദിച്ചറിഞ്ഞോ? പറയും. ഇപ്പൊ എങ്ങനെയുണ്ട് തിരക്ക്? ഇപ്പെല്ലാം നല്ല തിരക്കാണ്, നല്ല ആഘോഷമാണ്. എല്ലാവരും വളരെയധികം പ്രതീക്ഷയിലാണ് ഈ ഓണത്തെ വരുന്നത്. നമ്മുടെ പുതുക്കാട് ചിപ്സ് പറഞ്ഞാൽ നമുക്ക് കൂടുതൽ പ്രതീക്ഷയാണ്. കാരണം കർഷകർക്കടക്കം കായ്ക്ക് വില കൂടിയെങ്കിലും നമ്മൾ വളരെ എല്ലാ കൊല്ലത്തെ പോലെ സെയിം റേറ്റ് തന്നെ ഈ കൊല്ലം ചിപ്സ് വിൽക്കുകയാണ്. എല്ലാവർക്കും ഓണം എത്തട്ടെ എന്നുള്ള ആശംസകളായിരുന്നു. എങ്ങനെയുണ്ട് ഓണം? മലയാള ദേശീയ ഉത്സവമാണ്. തിരക്കാണെന്നും അല്ല, മലയാളിക്ക് ഇപ്പം നല്ല ഭക്ഷണം കൊടുക്കാണ് നമ്മുടെ ഓണക്കാലത്ത് നമ്മുടെ വിദേശ മലയാളികൾക്കൊക്കെ ഓണാഘോഷിക്കാനുള്ള കായവറവൊക്കെ ഇവിടെ നിന്നാണ് പോകുന്നത് നടക്കുന്നത്. ഇപ്പോഴും ഇവിടെ സ്റ്റോക്ക് ഉണ്ട്. അതിപ്പോ ഒരുപാട് വിദേശത്ത് ഒരുപാട് പേരുണ്ട്. ഇപ്പൊ അമേരിക്കയിലായാലും യൂറോപ്പിലായാലും ഗൾഫ് കൺട്രീസിലായാലും ഒരുപാട് പേര് മലയാളീസ് വിളിക്കാറുണ്ട്. നമ്മുടെ നല്ലൊരു സ്ഥലത്താണ് നമുക്ക് മലയാളികളല്ലേ രുചികരമായ ഭക്ഷണം കൊടുക്കുമ്പോൾ അവർ എത്ര തിരക്കായി ഇവിടെ വരും. എല്ലാവർക്കും ഓണാശംസകൾ. അപ്പൊ ഈ ഓണത്തിന് 16 കൂട്ടം കറികളും 2 തരം പായസവും ഒക്കെ ഉണ്ടെങ്കിൽ കൂടി നാക്കിനൊരു അറ്റത്ത് 2 കൂട്ടുകാരുണ്ടാവും അല്ലെ? കായ വറുത്തതും അതെ അതെ. അപ്പൊ അതില്ലാത്ത ഓണം എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഈ കുഞ്ഞു പിള്ളേർക്ക് തൊട്ട് എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ നമ്മുടെ ഇവിടെ ഒരു ചിപ്സ് കോർണറിൽ എന്താ പറയാ, തിരക്കുകൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഇവിടെ. അപ്പൊ എല്ലാവരും ഓണത്തിനോടനുബന്ധിച്ച് ഇഷ്ടംപോലെ സാധനങ്ങൾ ഇവിടെ കിട്ടുന്നതാണ്. പിന്നെ നമുക്ക് കയറ്റുമതി എല്ലാം ഇവിടെ ഉണ്ട്. അപ്പൊ ഏത് രാജ്യക്കാർക്കായാലും ഈ ഒരു സന്തോഷം പകർന്നു തരാൻ ചിപ്സ് കോർണർ ആൻഡ് മുതലാളിമാരും എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ട്.
കാലാവസ്ഥ. കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 14,710 രൂപയും പവന് 1,17,680 രൂപയും രേഖപ്പെടുത്തി. ചെങ്ങാലൂർ കുണ്ടുകടവ് മാരാത്തുവളപ്പിൽ മണിനായർ ഭാര്യ വിമല അന്തരിച്ചു. 68 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. മാതൃഭൂമി ഒല്ലൂർ ലേഖകനും ഒല്ലൂർ പ്രസ് ക്ലബ് സ്ഥാപക പ്രസിഡന്റുമായ ഒല്ലൂർ പെരുവാംകുളങ്ങര വിധേയത്തിൽ വീട്ടിൽ VJ റാഫി അന്തരിച്ചു. 56 വയസ്സായിരുന്നു. കാർഷിക സർവകലാശാലയുടെ മികച്ച കാർഷിക റിപ്പോർട്ടിനുള്ള വൈഗ പുരസ്കാരം, കുന്നംകുളം പ്രസ് ക്ലബിന്റെ മികച്ച പത്രപ്രവർത്തകനുള്ള പുരസ്കാരം എന്നിവ ലഭിച്ചിട്ടുണ്ട്. ദശപുഷ്പം എന്ന പുസ്തകം എഴുതിയിട്ടുണ്ട്. സംസ്കാരം ഇന്ന് ഉച്ചതിരിഞ്ഞ് 3-ന് പടവരാട് സെന്റ് തോമസ് പള്ളിയിൽ. പ്രിൻസിയാണ് ഭാര്യ. പുതുക്കാട് ചിരിയങ്കണ്ടത്ത് വർഗീസ് അന്തരിച്ചു. 72 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് വൈകിട്ട് 5:30-ന് പുതുക്കാട് സെന്റ് ആന്റണീസ് ഫെറോന പള്ളിയിൽ. മേരിയാണ് ഭാര്യ. ജോ വർഗീസ് മകനാണ്. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.